ശരി, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 40 വയസ്സ് കഴിഞ്ഞവർക്ക് ഉള്ളൊരു വീഡിയോ ആണ് ശരിക്കും ഇത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 വയസ്സ് കഴിഞ്ഞവർക്ക് എല്ലാവർക്കും 40 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് എന്താ ഡാൻസ് കളിക്കാൻ പാടില്ലേ, പാട്ട് പാടാൻ പാടില്ലേ, അവർക്ക് കലാപരമായിട്ടുള്ള കഴിവുകൾ പുറത്തെടുക്കാൻ പാടില്ലേ? എന്താണ് അതിൻ്റെ ഒരു ഇത്? പല ആളുകളും കാണാം, ഓരോ അമ്മമാർ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിക്ക്. കാരണം അവരുടെ ചെറുതിലൊന്നും ചിലപ്പോൾ അവർക്ക് അവരുടെ കലകൾ പുറത്തിറക്കാൻ പറ്റാത്തൊരവസരം വന്നത് ഇപ്പോഴായിരിക്കും. മക്കളും മരുമക്കളും പേരമക്കളൊക്കെ ആകുമ്പോൾ അമ്മമ്മയ്ക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് എന്നറിയുമ്പോൾ അവരത് വീഡിയോയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. അത് അവർക്കൊരു സന്തോഷമാണ്, അത് അവരുടെ സന്തോഷമാണ് അല്ലേ? നമ്മൾ എന്തിനാണ് അതിൻ്റെ ചുവട്ടിൽ പോയി ബാഡ് കമൻ്റ് ഇടുന്നത്? ഞാനും ഇപ്പോൾ 40 വയസ്സ് കഴിഞ്ഞ ഒരാളാണ് അല്ലേ? അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് തോന്നുന്ന സന്തോഷം എന്താണോ അത് ഞാൻ ഒരു വീഡിയോ രൂപത്തിലാക്കുന്നു, നിങ്ങളുടെ മുന്നിലേക്ക് ഇടുന്നു. ഇഷ്ടമുള്ളവർ കണ്ടാൽ പോരെ, എന്തിനാ അവർക്കെതിരെ ബാഡ് കമൻറ്റുമായി പോകുന്നത്? ഈ ബാഡ് കമൻ്റ് ഇടുന്ന ആളുകളൊന്നും ഒരിക്കലും 40 വയസ്സാവില്ല. അവരൊക്കെ എന്നും മധുര 17 നിൽക്കും എന്നുള്ള ചിന്താഗതി ഉള്ളവരാണോ? അല്ല, എനിക്ക് അറിയാനായിട്ട് ചോദിക്കുക. ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുക, എന്നിട്ട് അതിൻ്റെ ചോട്ട് പോവുക, എന്നിട്ട് തള്ളെ അടങ്ങിയിരുന്നൂടെ, തള്ളയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ, നിങ്ങൾക്കെന്ത് ഇതിൽ തന്നെയാണോ നിങ്ങൾ 24 മണിക്കൂറും, നിങ്ങൾക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. എന്തിനാണത്? നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഇപ്പം ഞാൻ ഒരു റീല് ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കൾക്കോ മരുമക്കൾക്കോ മറ്റുള്ളവർക്കൊന്നും ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ചെയ്യൂല. പക്ഷെ നമ്മൾക്ക് സപ്പോർട്ട് തരുന്നത് കൊണ്ട് മാത്രമാണല്ലോ നമ്മൾ ഇതിലൊക്കെ ഇങ്ങനെ ആക്റ്റീവ് ആവുന്നത് അല്ലേ? ഒരു ഫോട്ടോ ഇടുന്നായാലും അപ്പോഴും ചോദിക്കും, അതിനും ബാഡ് കമൻറ്റ്. സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ പ്രായമായ ആളുകളുടെ പരിപാടികൾ തന്നെയുള്ളൂ. അവർ ആനന്ദിക്കട്ടെ, അവരുടെ സന്തോഷമാണ്, അവരെന്തേലും കാണിച്ചോട്ടെ. അവരേത് മതക്കാരായാലും വേണ്ടില്ല, ജാതിക്കാരായാലും വേണ്ടില്ല, അവരുടെ സന്തോഷം എങ്ങനെയാണ് അവർക്ക് പങ്കുവയ്ക്കാൻ പറ്റുന്നത് ആ രീതിക്കൊക്കെ അവർ പങ്കുവെക്കട്ടെ. അതിനി എത്ര പ്രായമായ ആളുകളും ശരി. ഇപ്പോൾ കോട്ടയത്തുള്ള നമ്മുടെ നിഷ ചേച്ചിയുടെ നിഷ ചേച്ചിയുടെ അനാഥ മന്ദിരത്തിലുള്ള ഒരുപാട് അച്ഛനമ്മമാർ അല്ലേ, അവർ സന്തോഷം കണ്ടെത്തുന്ന എവിടുന്ന? അവരിതുപോലെ റീലും കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ടാണ് അവർ സന്തോഷം കണ്ടെത്തുന്നത്. ആ അച്ഛനമ്മമാർക്ക് എന്തോരം സന്തോഷമുണ്ട്. അവരുടെ മക്കൾ അവരെ വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ മക്കളാണ് അല്ലേ? അവരുടെ സന്തോഷമാണ്. എന്തുകൊണ്ട് അതിൻ്റെ ചുവട്ടിൽ പോയിട്ട് ആരും ബാഡ് കമൻ്റ് ഇടുന്നില്ല? അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ചെയ്യുന്നതാണോ പ്രശ്നം? എല്ലാവരും നമ്മളൊക്കെ മനുഷ്യരാണ്, നമുക്കൊക്കെ 40 വയസ്സ് കഴിയും. അതാരും മറക്കണ്ട കേട്ടോ. എന്നും മധുര 17 ആരും ഇരിക്കൂല. അപ്പോൾ നിങ്ങൾക്ക് അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് കൊടുക്കുക, അല്ലാത്തവർ അതിനെതിരെ പ്രവർത്തിക്കാതിരിക്കുക. ഓക്കെ? നിങ്ങൾക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങളും ചെയ്തോളൂ. എന്തിനാ മറ്റുള്ളവരെ പഴിക്കാൻ പോകുന്നത്? ഓരോരുത്തരും ഇഷ്ടം പോലെ എന്താണ് കാണിക്കുന്നത്? അവർ തുണി അഴിച്ചിട്ടിട്ടല്ലല്ലോ അവർ എന്തായാലും ഒരു ഡാൻസ് ആയാലും ഒരു പാട്ടായാലും പാടുന്നത്. ഒരു പാട്ട് പാടിയിട്ട് വെച്ചും കാളരാഗമാണ് ഓടേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കും. അവർക്ക് അവരുടെ മനസ്സിൽ തോന്നുന്ന അവർ ചെയ്യട്ടെ കൂട്ടുകാരെ, വിട്ടുകൊടുക്ക്. ടാറ്റ ബൈ ബൈ. എൻ്റെ പുറകെ കുതിര കയറാൻ ആരും വരണ്ട, വന്നാൽ തിരിച്ച് അതേപോലെ മറുപടിയും കിട്ടും.